ബസ് യാത്രകൾ എന്നും രസകരമാണ്. ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന ചായ ബ്രേക്കുകളും വാഷ്റൂം ബ്രേക്കുകളും എല്ലാം വളരെ എൻജോയ് ചെയ്യാറുണ്ട്. രാവിലെ ഏകദേശം 7 മണി ആയപ്പോൾ കർണാടക ബോർഡർ ക്രോസ് ചെയ്ത് ബാംഗ്ലൂരിലോട്ട് കടന്നു. രാവിലെ 7:20 സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെത്തി. രാവിലത്തെ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ തിരക്ക് റോഡിൽ പ്രകടമായിരുന്നു. തെളിഞ്ഞ ആകാശവും കാർമേഘവും കൂടിക്കലർന്നതാണ് ഇന്നത്തെ പ്രഭാതം. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടും തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ രഥം ഒരു ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ബൈക്ക് ടാക്സിയിൽ വീട്ടിലെത്തി. ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം പുറത്തോട്ടിറങ്ങി. തിരിച്ചെത്തിയതിനു ശേഷം കുക്കിംഗ് തുടങ്ങി. ക്യാരറ്റും ബ്രോക്കോളിയും സോട്ടേ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ടോക്ക് ചെയ്ത ഹലീം സീഡ് മിൽക്ക് ബോയിൽ ചെയ്തതിനു ശേഷം അതിലിട്ട് നന്നായി ഇളക്കിയെടുത്തു. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള പോഹ ഉണ്ടാക്കുകയാണ്. രാവിലെ പോഹയും വാട്ടർമെലണുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ്. കുക്കുംബറും പോഹയും നട്ട്സും എല്ലാം ചേരുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്ന്. അതിനുശേഷം ചെടികൾ നനയ്ക്കുകയായിരുന്നു. അങ്ങനെ ചെടികൾ നനച്ചു കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതും ഇടയ്ക്കുള്ള സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറിയാണ് മസൂർ ദാലും അതുപോലെ തന്നെ കുക്കുംബറും ടൊമാറ്റോയും ചേർന്നൊരു കറിയാണ്. കോക്കനട്ട് ചില കറികളുടെ ടേസ്റ്റ് കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് കോക്കനട്ടും ജീരകവും എല്ലാം ചേർത്ത് അരച്ച് ഒഴിച്ച് തിളപ്പിച്ചു. അതുപോലെ തന്നെ മിഡ് ഡേ സ്നാക്സിനായിട്ടുള്ള ചിക്ക് പീസിന് വേണ്ടി ക്യാരറ്റും ബീട്രൂട്ടും സോട്ടേ ചെയ്ത് ബോയിൽ ചെയ്ത ചിക്ക് പീസും ഇട്ട് കോക്കനട്ടും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. അങ്ങനെ ലഞ്ച് കഴിച്ചു. കുറേ സമയത്തിന് ശേഷം രാത്രി ആയപ്പോഴായിരുന്നു ഒരു സ്നാക്സ് കഴിച്ചത്. ചിക്ക് പീസ് കൊണ്ടുള്ള സ്നാക്സ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. അതുപോലെ തന്നെ രാത്രി ആയപ്പോൾ ടെറസിൻ്റെ മുകളിൽ ചെന്ന് കുറച്ചു നേരം നിന്നു. അങ്ങനെ കുറച്ചു നേരം റേഡിയോയിൽ പാകിസ്ഥാനും ഇന്ത്യയുടെയും ബോർഡറിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ന്യൂസുകളും മറ്റും കുറച്ചു നേരം കേട്ട് നിന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പലതരം മീഡിയകൾ പല ന്യൂസുകളും പുതിയ പുതിയ അറിവുകളും ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുന്നു. പക്ഷേ ആ ന്യൂസും മറ്റു അറിവുകളും നേരിട്ട് നമ്മളത് മനസ്സിലാക്കുന്നതിന് പകരം അതിൻ്റെ ആധികാരികതയെയും അതിൻ്റെ സത്യാവസ്ഥയെയും ഒരിക്കൽ കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പലതരം ന്യൂസുകളും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ സത്യാവസ്ഥയെ അംഗീകരിക്കാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ദിവസം കടന്നുപോയി. ഇറ്റ് വാസ് റിയലി എ ഗ്രേറ്റ് ഡേ. കുറേ ദിവസത്തിന് ശേഷം വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റി. സോ ഇത്രയൊക്കെ ഉള്ളൂ ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരു അതിർത്തിക്ക് വേണ്ടി രാജ്യങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ രണ്ട് മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നതിലും അവ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരുന്നതിലും വലിയ തെറ്റില്ല. പക്ഷേ അത് ഏത് രീതിയിൽ ആളുകൾ എടുക്കുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അത് എത്ര രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതിലാണ് വലിയ കാര്യം.